ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ക്രാഫ്റ്റിംഗ്, പിന്നെ എൻ്റെ പണ്ടത്തെ 2ാം ക്ലാസ്സിലത്തെ മലയാളം ഡയറിയുടെ ഒക്കെ മലയാളം ഡയറി, പിന്നെ ക്രാഫ്റ്റിങ്ങിൻ്റെ ഇത് ക്രാഫ്റ്റിങ്ങിൻ്റെ ഒപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് LKG ബെസ്റ്റ് ഫ്രണ്ടല്ല, LKG തൊട്ട് 2ാം ക്ലാസ് വരെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ക്ലാസ്സിലുണ്ട്, ബട്ട് ബെസ്റ്റ് ഫ്രണ്ടല്ല. ആ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഞങ്ങൾ 2 പേരും കൂടി ഉള്ള ക്രാഫ്റ്റ് നോട്ട്ബുക്കാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി വരച്ച നോട്ട്ബുക്ക്. പണ്ടത്തെ വർഷങ്ങൾക്ക് അതേപോലെതായിട്ട് 1ാം ക്ലാസ്സിന്, അപ്പോൾ 3ാം ക്ലാസ്സിലായി, 1ാം ക്ലാസ്സിലാണ് തോന്നുന്നു. പിന്നെ ഇത് 2ാം ക്ലാസ്സിലാണ്. അതിൽ കുറച്ച് പേജൊക്കെ തീരാറായി. ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരാൻ വഴിയെ കാട്ടിയല്ല. ഫസ്റ്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം. വേണം കൺഫർമഡ് ഔട്ട് ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് ഗെയിം. മലയാളം പോയി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കാട്ടിത്തരാം. സോറി ആയിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് ഈ ക്യൂട്ടിയായിട്ടുള്ളത്. ഈ ക്യൂട്ടീനെ ഞാൻ വരച്ചു. ഇതും സണ്ണൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നൂറ വരച്ചതാണ്. നൂറ കേട്ട പേര്. പിന്നെ ഇത് ഓള് വരച്ചതാണ് കേട്ടോ, അള്ളാഹുന്ന്. പിന്നെ ഇത് വെറുതെ ഒരു ഗ്രീനും ഇതുള്ളൂ. അത് കിളി ഇപ്പുറത്താട്ടോ, അതിൻ്റെ ഇതായിട്ടാട്ടോ മഷി. പിന്നെ ഒരു ബാർബി ഉണ്ട് കേട്ടോ. ഇവിടെ ഹാർട്ട് ഉണ്ട്, അതും സ്കെച്ചാട്ടോ. പുറകിൽ സ്കെച്ച് ഉണ്ട്. അള്ളാഹുമ്മ സ്കെച്ച് എന്തിട്ട് വായിക്കാൻ പണ്ടത്തെ ഹാൻഡ്രൈറ്റിങ് കൊള്ളില്ല, എനിക്ക് വായിക്കാറില്ല. ഇപ്പോഴത്തെ ഗംഭീരം കേട്ടോ. ഐ ലവ് യു അള്ളാഹ്. പിന്നെ ഇത് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കീറിയിട്ട് ഇതിൽ ഒട്ടിച്ചതാണ് കേട്ടോ. ഇപ്പുറത്തുണ്ട്. ഇത് എൻ്റെ നൂറ ഫ്രണ്ട് വരച്ചതാണ്. ഇതെന്താണെന്നറിയോ? സ്റ്റാപ്ലെയറൊക്കെ എന്താണെന്ന്. ഇത് ഞങ്ങളുടെ ഹോബിയാണ് കേട്ടോ. ആദ്യം നൂറ ഇത് കണ്ടുപിടിച്ചത്. ഇത് പേഴ്സ് പോലെയാണ്. ഒരു മുക്കിയത് പേഴ്സ്. ഓക്കെ, മുക്കിയത് പേഴ്സ്. അതായിട്ട് ഞങ്ങളുടെ ഹോബി. ഇത് നൂറായും ഞാനും ഒരുമിച്ച് വരച്ചതാണ് കേട്ടോ. പെൻസിൽ ഡ്രോയിങ് ആട്ടെ. അങ്ങനെ ഷീഡിങ് കൊടുക്കാറില്ല. ഇത് അവൾ വരച്ചത്. മേലെ എഴുതിയതൊക്കെ ഞാനാണ് കേട്ടോ. ഇപ്പം ഈ വർഷത്തിൽ എഴുതിയതാണ് കേട്ടോ. ഈ വർഷം എഴുതിയത്. ഇവിടെ മേളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മായ്ച്ച്, അപ്പം ഞാൻ ഇവിടെ എഴുതിയതാട്ടോ. ഇത് നൂറ വരച്ചത്. പിന്നെ ഇത് ഈ വെള്ളത്തിൻ്റെ അല്ലേ, വെള്ളം, ഇത് ഞാൻ വരച്ചത്. വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. പിന്നെ ക്രാഫ്റ്റ് തുടങ്ങാൻ പോവുകയാണ് മക്കളെ. ക്രാഫ്റ്റ് തുടങ്ങാൻ പോവുക. സോറി, ഇതും കൂടെ ഉണ്ട്. ഇത് എന്നിട്ട് പറയുന്നത് സാറ്റേൺ ആട്ടോ. ഇത് സാറ്റേൺ വരച്ചതാണ് കേട്ടോ. ഇത് വട്ടം വരച്ചത്. പിന്നെ ഈ സാധനമല്ലേ, അതൊക്കെ ഞാൻ വരച്ചതാണ്. പിന്നെ ഒരു ഐസ്ക്രീം, ഇത് നൂറ വരച്ചതാട്ടോ. അവിടെ നിന്നിട്ടിരിക്കുന്ന ഐസ് എഴുതി. ദെൻ ജേർണലിങ് സ്റ്റാർട്ട്. ഇതൊക്കെ തന്നെ. പിന്നെ ഞാൻ അങ്ങോട്ട് എൻ്റെയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ഗ്രീൻ തീമിലാട്ടോ ചെയ്ത്. ഈ പെണ്ണ് ഒരു ദിവസം വന്നപ്പോൾ ഒരു ഇതിനെ കണ്ടു, ഒരു പൂവിന്. അപ്പോൾ ഇത് എന്താ പറഞ്ഞു? അപ്പോൾ ഹൂ ഈസ് ദാറ്റ്? ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഹൂ ഈസ് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിവിടെ ഇരുന്നപ്പോൾ ഈ പെണ്ണിന് തോന്നി, വാവ് എന്ത് രസം. ഈ സൺഫ്ലവർ ഇരിക്കുമ്പോൾ ഈ പെണ്ണിന് തോന്നി, വാവ് ഇത് ഹായ് എന്ന് പറഞ്ഞപ്പോൾ ഇത് വാവ് എന്ത് രസം. അതുപോലെ ഞാനിത് കഥ പോലെയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളറായ പിങ്ക്. ഇതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. തന്നെ ഈ പെണ്ണ് കേട്ടോ. ഇതിനെ കുറച്ചാണ്. ആ പെണ്ണ് വൺ ഡേ മൈ ബർത്ത്ഡേ. പിന്നെ ഇത് ഈ പെണ്ണിൻ്റെ കേട്ടോ. ഈ പെണ്ണിൻ്റെ
അത് വായിച്ചാൽ ലുക്ക് വാട്ട് ഇൻ മൈ ഹാൻഡ്, ലുക്ക് വാട്ട് ഇൻ മൈ ഹാൻഡ്. ഇത് ഇപ്പോൾ ഈ പെണ്ണിൻ്റെ കയ്യിലെന്താ, അതെന്താ എന്ന് ചോദിക്കുന്നത്. പിന്നെ എനിക്ക് മറ്റിവിടെ വൺ ഡേ മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലായിരുന്നു ഇവിടെ, വൺ ഡേ മൈ ബർത്ത്ഡേ. അതിൻ്റെ താഴെയായിട്ടൊരു പേഴ്സില്ലേ, അത് ഡേറ്റാണ് കേട്ടോ, February 13th. അത് എൻ്റെ ബർത്ത്ഡേ കേട്ടോ, എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ഉണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത് ഇഷ്ടപ്പെട്ട കളറാട്ടോ പിങ്കും പർപ്പിളാട്ടോ ഇഷ്ടം. എന്ത് രസം. ഇതെൻ്റെ ഈ ക്രാഫ്റ്റൊക്കെ എൻ്റെ അഹിയ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ സ്കൂളിൽ പഠിക്കുന്നതാണ്. LKG തൊട്ടല്ല കേട്ടോ, നൂറ എന്ന് പറഞ്ഞില്ലേ, അത് LKG തൊട്ടല്ല, ഇപ്പോഴും ഉണ്ട് 3ാം ക്ലാസ്സിൽ. കണ്ട ഈ ക്രാഫ്റ്റ് ജേർണലിംഗ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതാണ്. പിന്നെ റെഡ് പിങ്ക് പോലെ തോന്നും, ബട്ട് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ പിങ്ക് ആയിട്ട് തോന്നും, ബട്ട് റിയൽ കാണുമ്പോൾ റെഡ് ആട്ടോ. പിന്നെ ബ്ലൂ പറയണ്ട, നോക്കി എന്ത് രസം കാണാൻ ബ്ലൂ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്ലൂ. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൽ, ക്രാഫ്റ്റിൽ അത്രയേ ഉള്ളൂ. നമുക്ക് മലയാളത്തിലോട്ട് പോയാലോ? മലയാളം അടുത്ത പാർട്ട് വേണോ അതോ ഇത് വേണോ? പാട്ട് വേണം, ഇത് വേണോ? പാട്ട് വേണോ, ഇത് വേണോ? പാട്ട് വേണ്ട, ഇത് തന്നെ മതി. വായിക്കണമൊന്നുമില്ല കേട്ടോ, അല്ല വെറുതെ പറയാനുള്ള ഹെഡിങ്. ഞാൻ പോയ മേല ഇന്ന് ചൊവ്വാട്ടോ. ഇത് ഞാൻ മാറ്റി കുറച്ചായിട്ട് പറയാം. ഒരു ദിവസം ഞങ്ങൾ പണ്ട് എനിക്ക് വെറും 1 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ സമയത്ത് ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മലയാളം സ്റ്റാർട്ട് ചെയ്തത് ഈ കഥയിലൂടെയാണ്. കണ്ടോ, കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഉണ്ടോ ഈ പിക്ചറിലൂടെയാണ്. അപ്പം എനിക്കിതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഞാനേ ഒരു ദിവസം കമ്പ്യൂട്ടർ, എൻ്റെ ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, അടിച്ചു പോയി. കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാമായിരുന്നു കേട്ടോ. ആ സമയത്ത് എൻ്റെ ഇക്കാക്കയുടെ കമ്പ്യൂട്ടറായിരുന്നു. ആ സമയത്ത് ഞാൻ അതിൽ ഡ്രോ ചെയ്യാൻ അപ്പോൾ ഫോട്ടോസ് നോക്കിയാൽ ചിന്ത വന്നു. ആ സമയത്ത് ഞാൻ ഫോട്ടോ നോക്കി കേട്ടോ. ഇപ്പം ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോകാം, അതെനിക്ക് ഇപ്പോഴും അറിയാം, പിന്നെ ഞാൻ ഓർത്തിട്ടേ ഇല്ല അത്. അപ്പോൾ അതിൽ വെച്ച സ്റ്റോറി ആട്ടോ അത്, ഞാൻ പോയ മല. ആ ഫോട്ടോ നിങ്ങൾ കാണണ്ട, ഞാൻ പിന്നെ കാട്ടിത്തരാം കേട്ടോ. ഇതേന്ന് ഇപ്പം തന്നെ കാട്ടിത്തരാം. ഇതിൻ്റെ കൈ കൊണ്ട് അടിച്ചാൽ വെറുതെ അയച്ചതാട്ടോ. ഇത് വലിയതായിട്ടുള്ള ഉമ്മി, പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ തോളത്തേക്കണത് ഞാൻ, പിന്നെ ഇതിൻ്റെ വാപ്പി, ഇതെൻ്റെ ഇക്കാക്ക വെള്ളത്തിൽ എറിയാക്കണത്. അത് കറക്റ്റാട്ടോ. വെള്ളത്തിന് ഇക്കാക്ക ഫാമിലി ട്രിപ്പ് പോയപ്പോൾ വെള്ളത്തിലിറങ്ങി. മദർസയിലെ എൻ്റെ ഒരു ദിവസം. അത് വായിക്കണമല്ലേ, അതെന്തോരുള്ളതെന്നറിയാം. ഈ കഥ എനിക്ക് കിട്ടിയത് അതിന് പണ്ടത്തെ രാവിലെ എനിക്ക് മദർസ 9:30 പക്ഷേ ഞാൻ പോയത് 9:15 ആയിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ബട്ട് 3ാം ക്ലാസ്സിലും. ബട്ട് എനിക്ക് ഇപ്പോഴത്തെ മാസം 4 സ്കൂളിൽ 3, ബട്ട് ഞാൻ 4ാം ക്ലാസ്സിലായപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇരിക്കാൻ ഇഷ്ടമല്ല. സെക്കൻഡോ ലാസ്റ്റ് ഇരിക്കാനും പാടില്ല, ഫസ്റ്റ് ഇരിക്കാനും പാടില്ല. അതാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ നേരത്തെ പോകും. അപ്പോഴത്തേക്കും രണ്ട് പിള്ളേർ വന്നിട്ടുണ്ടാവുള്ളൂ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഒരു പിള്ളേർ. ഇടയ്ക്ക് ഞാൻ ഫസ്റ്റ് പ്ലീസ് പറഞ്ഞിട്ടൊക്കെ ചിലരൊക്കെ ഇരുത്തും. പിന്നെ അതങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് കഥയിലോട്ട്. പിന്നെ
അങ്ങനെ മദർസയിലെത്തി. ഉസ്താദ് വന്ന് ഖുർആൻ എടുത്തു, ഓതാൻ പറഞ്ഞു. അതിനുശേഷം മദർസ വിട്ടു. ഞങ്ങൾ വീട്ടിലെത്തി, ചായ കുടിച്ചു. ശേഷം ഞാൻ ഇത്തിരി നേരം കളിക്കാൻ പോയി. കളിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നു, കുളിച്ചു. ആഹാരം വറക്കി. ഹോംവർക്ക് ചെയ്തു. കിടന്നുറങ്ങി. നന്ദി. ഫുൾ അയച്ചിട്ട് അതിൻ്റെ പവർ സ്ഥലത്ത് ഇങ്ങനെന്നിട്ട് നമ്മൾ വലുതാ. ഞാൻ എൻ്റെ ഊഹത്തിൽ നിന്ന് വരച്ചതാട്ടോ. ഇതൊക്കെ കറക്റ്റാണ്. ഇത് ഗേറ്റൊക്കെ കറക്റ്റാണ്. കസിൻ്റെ ബർത്ത്ഡേ ഇന്ന് ചൊവ്വാഴ്ച എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തി. കേക്ക് കട്ട് ചെയ്തു. ശേഷം കഴിച്ചു. തിരിച്ചു വന്നു. നന്ദി. അതെൻ്റെ ഹിസാനാണ്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട് ബർത്ത്ഡേ ആയിരുന്നു ഹിസാന. ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ ഷോപ്പിൽ പോയി. ഇന്ന് ഞായർ മാത്രമേ ഞങ്ങൾ ഷോപ്പിൽ പോകാറുള്ളൂ. ഞങ്ങൾക്ക് ഇത്തിരി സാധനം മേടിക്കാനുണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. വന്നു ഇന്ന് സ്റ്റിക്കർ വരുന്ന ദിവസമാണ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അത് മീഷോയിൽ നിന്നാണ് വരുന്നത്. ശേഷം സ്റ്റിക്കർ വന്നു. അത് കവർ സ്റ്റിക്കർ ആയിരുന്നു. നന്ദി. ഓ മൈ ഗോഡ്, പേജ് ഡയറി. ഇത് ഫസ്റ്റാട്ടോ. ഫസ്റ്റാ. ഇന്ന് ഞാൻ ഡയറി എഴുതുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം മലയാളം ഡയറി എഴുതി. വെള്ളിയാഴ്ച മാത്രമേ ബുക്ക് ചെക്ക് ചെയ്യുന്ന ദിവസമാണ്. നന്ദി. സ്കൂൾ പൂട്ടി. മൺഡേ ജാനുവരി 5 സ്കൂൾ തുറക്കും. അതുകൊണ്ട് ഞാൻ ബുക്കെല്ലാം റെഡിയാക്കി വച്ചു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. നന്ദി. ഇത് സത്യമായിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റ് ഇങ്ങനെ ജാമിയ ഹസായ പബ്ലിക് സ്കൂൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഇതാട്ടോ. ഹോട്ടൽ. ഇത് വായിക്കേണ്ട ഞാൻ കുഞ്ഞ് സ്റ്റോറി ചെയ്തത് ഈ മലയാളം ഡയറിയിൽ. ഞാൻ ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ മൊജീറ്റോ കുടിച്ചു. ശേഷം വീട്ടിൽ വന്നു. ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഡ്രീം. എൻ്റെ സ്കൂളിലത്തെ ഡ്രീമാണിത് കേട്ടോ. ആ ഡ്രീമൊന്നും പോയ ഡ്രീം വേൾഡൊന്നും പോയാതെ ഞങ്ങളത് ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കിൽ പോയതാട്ടോ. സ്കൂൾ ടൂറിന് പോയതാട്ടോ. കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നിട്ടില്ല. പിന്നെ എല്ലാ ടൂറിനും നൂറാന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടില്ല, അത് വരും കേട്ടോ. ഞാൻ പറഞ്ഞാൽ അത് എപ്പോൾ വേണം വരും. എന്നിട്ട് തല്ല് കിട്ടിയാൽ എന്താണെങ്കിലും. പിന്നെ വന്നില്ലെങ്കിൽ എന്നെ കുറച്ച് സോപ്പിടൊക്കെ ചെയ്യും. ഞങ്ങൾ ടൂർ പോയത് ഡ്രീം വേൾഡിലായിരുന്നു. അത് കൊണ്ട് ഞാൻ ടൂർ പോയി, എന്നിട്ട് പാർക്കിൽ പോയി, എന്നിട്ട് പൂളിൽ ഇറങ്ങി. എന്താണ് പറഞ്ഞത്, പിള്ളേർ എനിക്കിഷ്ടം. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആനുവൽ ഡേ. ഇത് മറ്റേ ബാർബിയുടെ കറക്റ്റ് മറ്റേ ഞങ്ങളെ ആനുവൽ ഡേ. ഇത് ആനുവൽ ഡേ ആയിരുന്നു. എനിക്ക് ഡ്രാമ ഉണ്ടായിരുന്നു, എനിക്ക് ഡാൻസും ഉണ്ടായിരുന്നു. എന്നിട്ട് സ്കൂളിൽ വന്നു എനിക്ക് സ്നാക്സ് കിട്ടി, എനിക്ക് ബോക്സും കിട്ടി. അതിലുണ്ടായിരുന്നത് ലഡു, ചോക്ലേറ്റ്, ബൺ ഒക്കെയായിരുന്നു. ഡാൻസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നന്ദി. പിന്നെ യൂണിഫോം ഐറ്റംസ് ആട്ടോ. ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഷർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഷോർട്സ് ഇടും. അത് കഴിഞ്ഞിട്ട്
സോറി ഗായ്സ്. ഫസ്റ്റ് ഇന്നർ ഇടും, ഷോർട്ട്സ് ഇടും, ഇതിടും ഷർട്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ടൈ ഇടും, അത് കഴിഞ്ഞിട്ട് ഈ പിനഫർ ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സോക്സ് ഇടും, തന്നെ ഷൂ ഇടും ആൻഡ് ബെൽറ്റ്, ഐ.ഡി. കാർഡ്, എക്സലൻറ്റ്, പിന്നെ ഇയറിങ്സ്. അത്രയൊക്കെയാണ്. ക്യാഷ് ഇന്ന് ഭാബിക്ക് ക്യാഷ് കിട്ടിയ ദിവസമാണ്. ഞങ്ങൾ ക്യാഷ് കിട്ടിയപ്പോഴേക്കും ഇത്തിരി സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. ബട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. എനിക്ക് വാങ്ങിച്ചത് ആകെ ഒരു ബിസ്ക്കറ്റ്. അതെനിക്ക് കാണാണ്ട് വായിക്കാനുള്ളത് ഗോൾഡൻ സ്റ്റാർ. അതെനിക്ക് വായിക്കാനുള്ളൂ. എനിക്കിന്ന് ഗോൾഡൻ സ്റ്റാർ കിട്ടിയ ദിവസമായിരുന്നു. എനിക്ക് നല്ല സന്തോഷമായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ ഒരു അനാഥ പറഞ്ഞ കുട്ടിക്കും എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. അതിനെല്ലാവരും അസൂയായിരുന്നു എല്ലാവർക്കും. പിന്നെ ഗോൾഡൻ സ്റ്റാർ മെഡൽ എന്ന് വെച്ചാൽ എനിക്ക് അന്നൊരു ദിവസം സാറ്റർഡേ ഒരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഒരു എക്സാം? അതിനെനിക്ക് സെക്കൻഡോ ക്യാഷ് പ്രൈസ് കിട്ടില്ല. ഞാൻ ജയിച്ചായിരുന്നു അതിൻ്റെ കേട്ടോ. സർട്ടിഫിക്കറ്റ് PCM എക്സാമിൻ്റെ എക്സാം ആയിരുന്നു കേട്ടോ. അതിനെനിക്ക് സർട്ടിഫിക്കറ്റും കിട്ടി, മെഡലും കിട്ടി. പാരൻസ് മീറ്റിംഗ് എനിക്ക് പറയാനാവില്ല. എല്ലാവരുടെ ഉമ്മി വന്നു, ബട്ട് എൻ്റെ ഉമ്മി വഴക്കി വന്നു. നല്ല സങ്കടമായി. എന്നിട്ട് വരൂലെന്ന് വിചാരിച്ചു, ബട്ട് വന്നു ഉമ്മി വരാണ്ടിരിക്കില്ല എന്തായാലും. പിന്നെ പാർട്ടായിട്ട് പറയാം കേട്ടോ. LP സ്പോർട്സ് ഇന്ന് LP സ്പോർട്സ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കളികളുണ്ടായിരുന്നു. എനിക്ക് ഓട്ട മത്സരം ഉണ്ടായിരുന്നു, എന്നിട്ട് ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചു, പിന്നെ ഓട്ട മത്സരം പറഞ്ഞിരുന്നു, പിന്നെ ഹൈറ്റ് ജമ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ ഇന്നലെ ഞങ്ങൾ ബിരിയാണിക്ക് ക്യാഷ് കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി കിട്ടി സ്കൂളിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നു. ബിരിയാണിയുടെ ഒക്കെ പിക്ചറായിട്ടത്. ഓ മൈ ഗാഡ്, പിക്ചറായിട്ടത്. പേജുകൾ പറഞ്ഞ് പോരുന്നത് നിങ്ങൾ കാണുന്ന അതേപോലെ സാറ് ബർത്ത്ഡേ, ഞാൻ ക്ലാസ്സിൽ പഠിച്ചൊരു ബോയ്സിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അവർ ഞങ്ങൾക്ക് ഒരു 2 മിഠായി തന്നായിരുന്നു. അതിന് ബോയ്സ് തല്ലു കൊടുത്താ എന്നാന്നറിയില്ല കേട്ടോ. നൂറാണ് ഞങ്ങളുടെ കസിനായിരുന്നു തോന്നുന്നു. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ അല്ല, സോറി, അവൻ്റെ വാപ്പി ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. അതുകൊണ്ട് അവർക്ക് മിഠായിയൊക്കെ തന്നു ഞങ്ങൾക്ക്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ഫോട്ടോ അല്ല, ഞാനൊരു പടം വരച്ചതാണ്. ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് TV കണ്ടു. എന്നിട്ട് ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ പോയി അവിടെ കുറേ നേരം കളിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി കുളിച്ച് ഡ്രസ്സ് മാറി എന്നിട്ട് ചായ കുടിച്ചു തിരിച്ച് വീട്ടിൽ വന്നു കിടന്നുറങ്ങി. തിരിച്ച് വീട്ടിൽ വന്നെന്ന് വെച്ചാൽ എൻ്റെ മാമീൻ്റെ വീട്ടിലാട്ട് നേരെ പോയത്. പിന്നെ ഞാൻ ഇവർക്ക് സ്കൂൾ ഗ്രൗണ്ട്, പിന്നെ ഇന്ന് ബുധനാഴ്ച, ഇന്ന് ഞാൻ ഐസ്ക്രീം തിന്ന ദിവസമായിരുന്നു. അത് സ്ട്രോബെറി ഐസ്ക്രീം ആയിരുന്നു. നന്ദി, ഇത്രേ ഉള്ളൂ. ഇന്ന് ബുധനാഴ്ച, അതിൻ്റെ പിക്ചർ വേഗം സ്റ്റാർട്ട് കേട്ടോ. ഇന്ന് ബുധനാഴ്ച, ഇന്ന് ഞാൻ നൈറ്റ് മിൽക്ക് കുടിച്ച ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തിന്നു. നന്ദി. My best friends, Ana, Hisana, Nora, Ana, Hisana, Nora. അതാട്ടോ എനിക്ക് പണ്ടത്തെ തൊട്ട്.
ഹാപ്പി ബർത്ത്ഡേ മാമൻ. എൻ്റെ മാമാൻ്റെ ബർത്ത്ഡേ കേട്ടോ. ഫൺ ഫൺ ഫൺ. ഇത് ഫോൺ തുറക്കുമ്പോൾ ഉള്ളത് അതിന് ബിഫോർ 7 മണി ജനുവരി 13th ഫ്രൈഡേ അതാട്ടോ. പിന്നെ സോഡ സാധനങ്ങൾ പർദ, ഹിജാബ്, ഷൂ, വാട്ടർ ബോട്ടിൽ, ബാഗ്. മലയാളം സപ്പോർട്ട്. റമദാൻ മന്ത് 2017 to 2026. I have 9 years old. Happy birthday to me, February 13th. പിക്ചർ അടിയിലല്ലോ മക്കൾക്ക്. പിന്നെ ഉള്ളത് ഒരു ഇതൊക്കെയാണ്. ഇന്ന് ഞാൻ വർക്കൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ടൈം ടേബിളൊക്കെ നോക്കി നേരെയൊക്കെ വെച്ചു അതാട്ടോ. പിന്നെ ക്യൂട്ടികൾസിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ പേരാട്ടോ ക്യൂട്ടികൾ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എത്രേ ഉള്ളൂ അതല്ല ഇത് വീഡിയോ അത്ര അല്ല. എനിക്ക് സാധനോടി കാട്ടാനുണ്ട് എൻ്റെ മക്കൾക്ക്. അറിയോ? ആരെങ്കിലും ഇപ്പം തന്നെ പറയാം കേട്ടോ. അയ്യോ ഒരു മക്കൾ നോക്കട്ടെ. ഇതിനാ ഗിഫ്റ്റ് ആട്ടെ എൻ്റെ മാഡത്തിന്. എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ പെയിൻ്റ് ആട്ടത്. പിന്നെ ഇവിടെ ഒരു ടെഡി ഫോർ യു. ഐ ലവ് യു മാം. I so many miss you but I will come no. അതൊക്കെയാണ് എൻ്റെ വെക്കേഷൻ ടൈമിൽ. നീതു ഐ ലവ് യു മാൻ. ഇത് നടന്ന് കാണാവോ? കാണിയ കമൻറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഐ ലവ് യു നീതു മാം. ഐ വിൽ മിസ് യു. തരാൻ മറന്നുപോയി. ഇനി നമുക്ക് ഇനിയിപ്പോൾ സ്കൂള് മഴയില്ലേ എപ്പോഴാണ് തുറക്കുന്നത് ആ സമയം ഞാൻ മാഡത്തിന് ഇത് ഉറപ്പായിട്ട് തരും. ഐ ലവ് യു നീതു മാം. എല്ലാ സമയത്തും ഐ ലവ് യു നീതു മാം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.